സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. എല്ലാം തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ആയിരുന്നത് ഏതാണ്? അസ്താനയാണ്. കസാക്കിസ്ഥാനിലെ അസ്താനയിലാണ് 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി. അസ്താന. അടുത്ത ചോദ്യം, കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ താഴെ വിവരിച്ചിരിക്കുന്നത് ഏതാണെന്ന് സൂചനകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുക. സൂചനകൾ തന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ജനവാസമുള്ള മേഖല, സാവധാനം ഒഴുകുന്ന പുഴകൾ, വർദ്ധിച്ച എക്കൽ മണ്ണിന്റെ സാന്നിധ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മലനാട്, ഇടനാട്, പീഠഭൂമി ഭാഗം, തീരപ്രദേശം. ഏറ്റവും കൂടുതൽ ജനവാസമുള്ള മേഖല, സാവധാനം ഒഴുകുന്ന പുഴകൾ, വർദ്ധിച്ച എക്കൽ മണ്ണിന്റെ സാന്നിധ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, തീരപ്രദേശം. ഓപ്ഷൻ ഡി, തീരപ്രദേശം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ ആര്? ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പു. നിശബ്ദനായ വിപ്ലവകാരി എന്നറിയപ്പെട്ടത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പുവിനെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സരോജിനി നായിഡു ആണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു, പന്തി ഭോജനം ആദ്യമായിട്ട് ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. കേരള മുസ്ലിം സമുദായത്തിലെ നവോത്ഥാന പിതാവാണ് വക്കം മൗലവി. മന്നത്ത് പത്മനാഭൻ 1924 വൈക്കം സത്യാഗ്രഹത്തിൽ അവർണർക്ക് പിന്തുണയേകിക്കൊണ്ട് പദയാത്ര നയിച്ചു. സ്ത്രീകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നടന്ന കല്ലുമാല സമരത്തിന് ആഹ്വാനം ചെയ്തത് അയ്യങ്കാളിയാണ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ, ബിയും സിയും ശരിയാണ്. ബി, സി, ഡി എന്നിവ ശരിയാണ്. സി, എയും ഡിയും ശരിയാണ്. ഡി, എ, ബി, സി എന്നിവ ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. ബി, സി, ഡി എന്നിവ ശരിയാണ്. കേരള മുസ്ലിം സമുദായത്തിലെ നവോത്ഥാന പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം മൗലവിയാണ്. ശരിയാണ്. മന്നത്ത് പത്മനാഭൻ 1924 വൈക്കം സത്യാഗ്രഹത്തിൽ അവർണർക്ക് പിന്തുണയേകിക്കൊണ്ട് പദയാത്ര നയിച്ചു എന്നത് ശരിയാണ്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നടന്ന കല്ലുമാല സമരത്തിന് ആഹ്വാനം ചെയ്തത് അയ്യങ്കാളിയാണ്. ശരിയാണ്. ആദ്യം പറഞ്ഞിരിക്കുന്നു പന്തി ഭോജനം ആദ്യമായിട്ട് ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് എന്ന്. അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. പന്തി ഭോജനം ആദ്യമായിട്ട് ആരംഭിച്ചത് ആരാണ്? തൈക്കാട് അയ്യാഗുരു ആണ്. തൈക്കാട് അയ്യാഗുരു. അടുത്ത ചോദ്യം, പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നത് ആരുടെ പ്രശസ്ത കൃതിയാണ്? പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നത് ആരുടെ പ്രശസ്ത കൃതി ആണ്? ടി പത്മനാഭനാണ്. ടി പത്മനാഭന്റെ പ്രശസ്തമായ കൃതിയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നത്. അടുത്ത ചോദ്യം, കാറക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണ് ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഹിമാദ്രി, ട്രാൻസ് ഹിമാലയം, ഹിമാലയം, ഹിമാചൽ. കാറക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നത് ട്രാൻസ് ഹിമാലയമാണ്. ട്രാൻസ് ഹിമാലയം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയുക. തന്നിരിക്കുന്നത് ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചു, പിടിയേരി സമ്പ്രദായം നടപ്പിലാക്കി, കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നു, അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചു. ആരാണ്? കുര്യാസ് ഏലിയാസ് ചാവറയാണ്. ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചു,
പിടിയേരി സമ്പ്രദായം നടപ്പിലാക്കി കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നു? അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചു. ഓപ്ഷൻ എ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പഴശ്ശി സമരങ്ങൾ എന്ന ചരിത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ്? പഴശ്ശി സമരങ്ങൾ എന്ന ചരിത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? KKN കുറുപ്പാണ്. KKN കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ എന്ന ചരിത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ്. KKN കുറുപ്പ്. UPIയുടെ മുഴുവൻ രൂപം? UPI യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നാണ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI. അടുത്ത ചോദ്യം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് മൗലികാവകാശത്തിന്റെ പരിധിയിൽ വരുന്നു? 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് മൗലികാവകാശത്തിന്റെ പരിധിയിൽ വരുന്നു? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി വ്യവസായ കേന്ദ്രം? ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി വ്യവസായ കേന്ദ്രം മുംബൈയാണ്. മുംബൈ. ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നത്? നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാക്കുന്നത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? ആഭ്യന്തര മന്ത്രാലയമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ആഭ്യന്തര മന്ത്രാലയം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നു: ഗോദാവരി, മഹാനദി, നർമ്മദ. ഇതിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര ഹിമാലയൻ നദിയാണ്. അടുത്ത ചോദ്യം, വൈദ്യുത ചാർജിന്റെ യൂണിറ്റ്? വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളോം. ഏത് ലക്ഷ്യം കൈവരിക്കാനാണ് 2003 വൈദ്യുതി നിയമം പ്രധാനമായും ലക്ഷ്യമിട്ടത്? 2003 വൈദ്യുതി നിയമം പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടത് ഏത് ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്? പുനരുപയോഗ യോഗ്യമായ ഊർജത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. പുനരുപയോഗ യോഗ്യമായ ഊർജത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. അടുത്ത ചോദ്യം, കേശവാനന്ദ ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ അടിസ്ഥാന പ്രമാണങ്ങളായിട്ട് അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ ഏവ? തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മേൽപ്പറഞ്ഞവ എല്ലാം ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ് എല്ലാം ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചു. അടുത്ത ചോദ്യം, കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടേലാണ്. ചൂണ്ടേൽ. മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരെന്ത്? മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര് എറിത്രോപോയറ്റിൻ എന്നാണ്. എറിത്രോപോയറ്റിൻ. മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് എറിത്രോപോയറ്റിൻ. മാതാപിതാക്കൾ ഇരുവരുമോ അവരിൽ ആരെങ്കിലുമോ നഷ്ടപ്പെട്ട സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കിയിരിക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയുടെ പേര് സ്നേഹപൂർവം എന്നതാണ്. സ്നേഹപൂർവം. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? വൈറസ് മൂലമുണ്ടാകുന്നത് തന്നിരിക്കുന്നു: സാർ, സിഫിലസ്, ഷിഗോലിസിസ്, ആന്ത്രാസിസ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സാർസ് ആണ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗം. 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? 373 കെൽവിൻ ആണ്. 373 കെൽവിൻ. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ്? ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം
ഫ്യൂവൽ സെല്ലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഫ്യൂവൽ സെൽ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ഏത്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ഏത്? കിലോഗ്രാം ആണ്. കിലോഗ്രാം. ഓപ്ഷൻ എ കിലോഗ്രാം. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെ ഡാഷ് എന്ന് പറയുന്നു. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെ പറയുന്നത് ബാൻഡ് വിഡ്ത്ത് എന്നാണ്. ബാൻഡ് വിഡ്ത്ത്. ഐഡന്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട്. ഐഡന്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട് ഏതാണ്? IT ആക്ട് 66C ആണ്. IT ആക്ട് 66C. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? പഴശ്ശി വിപ്ലവം, നിവർത്തന പ്രക്ഷോഭം, തിരുവിതാംകൂർ കലാപം, കുറിച്യ കലാപം. ഇതിൽ നിവർത്തന പ്രക്ഷോഭമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885-ലാണ്. 1885-ലാണ് ഇന്ത്യൻ. അടുത്ത ചോദ്യം, മിയാൻഡറുകൾ എന്നറിയപ്പെടുന്ന ഭൂരൂപങ്ങൾ താഴെ പറയുന്നവയിൽ എന്തിന്റെ സൃഷ്ടിയാണ്? നദികളാണ്. നദികളുടെ സൃഷ്ടിയാണ് മിയാൻഡറുകൾ എന്നറിയപ്പെടുന്ന ഭൂരൂപങ്ങൾ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറയുന്നത്. ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിന്റെ സാന്ദ്രത കുറയുന്നു. ഒരു ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. അഡ്ഹീഷൻ ബലം കൊഹീഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക താഴ്ചയുണ്ടാകുന്നു. ഒരു കുഴലിനകത്തെ ദ്രാവകത്തിന്റെ ഭാരത്തെ താങ്ങി നിർത്തുന്ന ബലമാണ് അഡ്ഹീഷൻ ബലം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അഡ്ഹീഷൻ ബലം കൊഹീഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക താഴ്ച ഉണ്ടാകുന്നു എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം, തൈറോക്സിൻ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകം. തൈറോക്സിൻ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകം അയഡിൻ ആണ്. അയഡിൻ. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. 8ാം പഞ്ചവത്സര പദ്ധതി. നികുതികളെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്. നികുതികളെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 265 ആണ്. അനുച്ഛേദം 265. നികുതികളെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ അല്ലോട്രോപ്പ്. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ അല്ലോട്രോപ്പാണ് ഗ്രാഫിൻ. ഗ്രാഫിൻ. കേരളത്തിൽ കശുവണ്ടി കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. കേരളത്തിൽ കശുവണ്ടി കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 2 ആണ്. ഡിസംബർ 2. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഗുജറാത്താണ്. ഗുജറാത്ത്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം ഏത്? കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം സാർസ് ആണ്. സാർസ്. സാർസ്. അടുത്ത ചോദ്യം, അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം ടയലിൻ ആണ്. ടയലിൻ. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈമാണ് ടയലിൻ. കോളറ, ടൈഫോയിഡ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം. കോളറ, ടൈഫോയിഡ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് കുടലിനെയാണ്. കുടൽ. കേരളത്തിൽ എവിടെയാണ് സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലമാണ്. കൊല്ലം. റിംഗ് ഓഫ് ഫയർ അഥവാ അഗ്നിവളയം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത പ്രദേശം ഏത് സമുദ്രത്തിലാണ്? റിംഗ് ഓഫ് ഫയർ അഥവാ അഗ്നിവളയം എന്നറിയപ്പെടുന്ന
അഗ്നിപർവ്വത പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ശാന്തസമുദ്രത്തിലാണ്. ശാന്തസമുദ്രം. പ്രച്ഛന്നബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പ്രച്ഛന്നബുദ്ധൻ ശങ്കരാചാര്യരാണ് പ്രച്ഛന്നബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി. പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം വ്യതിചലിക്കുന്ന നിറം? പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിചലിക്കുന്ന നിറം വയലറ്റ് ആണ്. വയലറ്റ്. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത്? ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ്. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിള. അവസാനത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ ആണ്. ഓക്സിജൻ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മോക്ക് ടെസ്റ്റിലുള്ളത്. 50 മാർക്കിൽ നിങ്ങൾക്ക് എത്ര എണ്ണം സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്